നമസ്കാരം, ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേർത്തലയിലെ കാന്താരി പ്ലസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂളിൻ്റെ ഓഫീസിലാണ്, മെയിൻ ഓഫീസിലാണ്. സോ അത് ചേർത്തലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഓണറായിട്ടുള്ള KS സോമൻ സാറുമായിട്ട് ഒരു അഭിമുഖത്തിനാണ്. ആ ഒരു കാന്താരി പ്ലസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂളിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും കൂടുതൽ അതിനെക്കുറിച്ച് ചോദിച്ചറിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാന്താരി പ്ലസിൻ്റെ ഓണറായിട്ടുള്ള KS സോമൻ സാർ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. വരും. ഇപ്പോൾ കാന്താരി പ്ലസ് എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ ഇപ്പം കേരളത്തിൽ അനവധി ആൾക്കാർ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. അത്രയധികം ഔഷധപ്രദമായിട്ടുള്ള ഒരുപാട് രോഗത്തിനെതിരെ അത്ര ശക്തിയുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഒരുപാട് ജനങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ക്യാപ്സ്യൂളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് എത്രത്തോളം ജനങ്ങളിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്? ഇപ്പോൾ നമ്മളെ മെഡിക്കൽ സ്റ്റോർ 8 വർഷം കൊണ്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതെന്തുകൊണ്ട് നിർത്തലാക്കിയെന്ന് പറഞ്ഞാൽ ഈ 8 വർഷം കൊണ്ട് ജനങ്ങൾ ഇതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ത് രോഗത്തിനാണ്, എന്തൊക്കെ അസുഖങ്ങൾ മാറ്റും, എങ്ങനെ കഴിക്കണം, എന്തൊക്കെ ഇതിൽ പഥ്യമുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങളത് ഈ ക്രൈമിലൂടെ അവർ വാർത്ത അവിടെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞ് എല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഞങ്ങൾ കാന്താരി പ്ലസ് സപ്ലൈ തുടങ്ങി. കാരണം ജനങ്ങൾ ഇതിനെപ്പറ്റി തിരിച്ചറിയുക, എന്തൊക്കെ അസുഖങ്ങൾ മാറുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അതിന് വിദേശ രാജ്യങ്ങളിലും എല്ലാ രാജ്യത്തേക്കും നമ്മൾ കാന്താരി പ്ലസ് കയറ്റുമതി ചെയ്യുന്നു. ഓൺലൈൻ മാത്രമാണ്, ആമസോണിലും കാന്താരി പ്ലസിൻ്റെ ഓഫീസ് വഴി മാത്രമാണ് ഇപ്പോൾ നമുക്ക് സെയിൽസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടേഴ്സിന് വെച്ചാൽ ഡോക്ടർമാർ വഴി മാർക്കറ്റ് നടത്തുന്നുണ്ട്, അവരുടെ ജനങ്ങളെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം കാന്താരി പ്ലസ് എന്നുള്ള എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്, അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, എന്തൊക്കെ രോഗങ്ങൾ മാറുന്നുണ്ട് എന്നും പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സംവിധാനത്തിൽ കൂടെ ആകുന്നത്. നമ്മളൊരു TV പരസ്യം കൊടുത്താൽ, പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നാലും ജനങ്ങൾ പത്രം നോക്കുന്നില്ല. അതുപോലെ തന്നെ TV അത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നുള്ളൂ. നമ്മൾ കോടികൾ നമ്മൾ പരസ്യത്തിന് വേണ്ടി മുടക്കിയത്, പക്ഷേ അന്ന് നമുക്ക് പ്രയോജനപ്പെട്ടില്ല. പക്ഷേ ക്രൈമിൽ കൂടെ അതൊക്കെ കർമ്മ ന്യൂസിൽ കൂടെയും അതുപോലെ തന്നെ നമ്മൾ മറ്റേ നവകേരള ന്യൂസ് ഇവരെല്ലാവരും വന്ന് ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ജനങ്ങളുടെ എത്തിച്ചേർന്നു. കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ആ മൊബൈലിനകത്ത് ആ റിപ്പോർട്ട് കംപ്ലീറ്റ് അത് ഫ്ലാഷ് ചെയ്തു. അപ്പോൾ നമുക്കത് വൻ വിജയമായി, അത് ജനങ്ങളിൽ എത്തിച്ചേർന്നു. അതാണ് നമുക്ക് ആവശ്യം, ജനങ്ങൾ തിരിച്ചറിയുക പ്രൊഡക്റ്റ് എന്താണ്. അത് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ. അത് മെഡിക്കൽ ലാബിൽ തെളിയിക്കപ്പെട്ട നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NIST CSRൻ്റെ ലാബിൽ തെളിയിച്ചതാണ് കാന്താരി പ്ലസ്. ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോള്, ഷുഗർ, തൈറോയ്ഡ്, കിഡ്നി ഫങ്ഷൻ, മറവി രോഗം, മെൻ്റൽ ഷോക്ക്, ഇങ്ങനൊരു പ്രൊഡക്റ്റ് അവിടെയുണ്ട്. കാരണം മെയിനായിട്ടുള്ളത് ബ്ലഡിനെ ശുദ്ധീകരിക്കുക. നമുക്ക് ബ്ലഡ് ശുദ്ധീകരിച്ചാൽ നമുക്ക് ഒരു അസുഖമില്ല. നമ്മൾ മറ്റുള്ള മരുന്നുകൾ കഴിച്ച് അല്ലെങ്കിൽ അലോപ്പതി മറ്റുള്ളതൊക്കെ കഴിച്ച് കഴിയുന്ന കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രോഡക്റ്റാണ്. ഫുഡ് സപ്ലിമെൻറ്റും അത് നമ്മളെ രോഗത്തെ മാറ്റുന്നതാണ് നമ്മുടെ കാന്താരി പ്ലസിൻ്റെ പ്രത്യേകത. എന്ത് രോഗം ഉണ്ടായിരുന്നാലും അത് സ്വയമേ മാറിപ്പോകുന്നതാണ് കാന്താരി പ്ലസിൻ്റെ പ്രവർത്തനവും. അതിൻ്റെ ടെസ്റ്റ് കഴിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ കാന്താരി പ്ലസ് കഴിച്ചിട്ടുള്ളത്. അവർക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് കൊളസ്ട്രോള്, ഷുഗർ, തൈറോയ്ഡ്, കിഡ്നി ഫങ്ഷൻ, മറവി രോഗം, മെൻ്റൽ ഷോക്ക് എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ് കാന്താരി പ്ലസ്. അത് 6 മാസം തുടർച്ചയായിട്ട് കഴിക്കണം. ആദ്യത്തെ 3 മാസത്തേക്ക് 3 മാസം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇറച്ചി അതുപോലെ മാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. ഇത് രണ്ടും കഴിച്ചാൽ കാന്താരി പ്ലസ് കഴിക്കരുത്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളെ പുറന്തള്ളുന്നതാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ജനിച്ചിട്ട് നമ്മൾ ബ്ലഡിനെ ശുദ്ധീകരിച്ചിട്ടില്ല. നമ്മളിപ്പോഴത്തെ ഈ മരുന്ന് പറഞ്ഞാൽ ബ്ലഡിനെ ശുദ്ധീകരിക്കാതെ കാന്താരി, വെളുത്തുള്ളി, കരിയേപ്പില, ഇഞ്ചി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എക്സ്ട്രാക്ട് ചെയ്ത ഫോർമുലയാണ്, അല്ലാതെ വെറും നമ്മൾ പൗഡർ ചിലർ കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും, വയറിന് പ്രശ്നം എന്നുള്ള പ്രശ്നം പറയും. ഇത് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സൂളാണ്. ക്യാപ്സൂൾ രൂപത്തിലാണ്. 2 ഫോർമുലയാണ്. ഫോറിൻ രാജ്യത്തിലേക്ക് പോകുന്നത് അത് സ്റ്റിപ്പാണ്. അവിടെ നമുക്ക് ഇത് അയക്കാൻ പറ്റത്തില്ല. സ്റ്റിപ്പ് എന്ന് പറയുന്നതല്ല, ഒരു ബോക്സിനകത്ത് ഇതുപോലെ 10 സ്റ്റിപ്പാണ്. ഈ 10 സ്റ്റിപ്പിൻ്റെ 3 സ്റ്റിപ്പാണ് ഒരു ബോക്സിനകത്ത് അത് പാക്ക് ചെയ്യുന്നത്. അത് ഫോറിൻ രാജ്യത്തേക്ക് അയക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ബോട്ടിലാണ് അല്ലേ. ഇതൊരു ബോട്ടിൽ, ഇത് 30 ക്യാപ്സൂൾ, ഇതും 30 ക്യാപ്സൂൾ, ഇതും 30 ക്യാപ്സൂൾ. പക്ഷേ ഇതിന് സ്റ്റിപ്പാണ്, അതിന് വില കൂടുതലാണ്. 210 രൂപയാണ് ഈ സ്റ്റിപ്പിൻ്റെ വില.
ഇത് ഒരു ബോട്ടിൽ വരുമ്പോൾ 630 രൂപ വരും ഒരു ബോട്ടിൽ വരുമ്പോൾ. ഇത് ഒരു ബോട്ടിൽ വരുമ്പോൾ 595 രൂപ. ഇത് രണ്ടും തിരിച്ചറിയുക. ഇത് നമ്മളെ ഇന്ത്യക്കകത്ത് കൊടുക്കുന്നതാണ് ബോട്ടിലുള്ളതും, ഫോറിൻ രാജ്യങ്ങളിൽ അയക്കുന്നത് സ്റ്റിപ്പും. ഇപ്പോൾ ജനങ്ങളെല്ലാം സ്റ്റിപ്പ് മതി എന്നാണ് പറയുന്നത്. കാരണം വേസ്റ്റേജ് ഇല്ല, വേസ്റ്റ് അധികം കൂടത്തില്ല, അതുകൊണ്ട് സ്റ്റിപ്പ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി അടുത്ത ഫോർമുല കംപ്ലീറ്റ് നമ്മൾ സ്റ്റിപ്പിലേക്കായി. ഇത് ദിവസവും 4 ക്യാപ്സൂളാണ് കഴിക്കാൻ. ബ്ലോക്കുള്ളൊരു 6 ക്യാപ്സൂൾ കഴിക്കണം. രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകുന്നേരം 2, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ബ്ലോക്കുള്ളവർ കഴിക്കണം. മറ്റേ ഷുഗറുള്ളവർ ദിവസം 4 ക്യാപ്സൂൾ, രാവിലെ 2, ഉച്ചയ്ക്ക് 2, വൈകുന്നേരം 2. അതിൽ ഉച്ചയ്ക്ക് വേണ്ട, വൈകുന്നേരം അങ്ങനെ 4 ക്യാപ്സൂൾ. ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, കരിയേപ്പില, ഇഞ്ചി, ഒരുണ്ട വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-20 തണ്ട് കരിയേപ്പില, ഇത് 3 കൂടെ ചേർത്തിട്ട് മിക്സിയിലടിച്ച് 2.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 2 ലിറ്ററാക്കി വറ്റിച്ച് അത് നമ്മൾ കഷായമാക്കിയിട്ട് ദിവസം വൈകുന്നേരം തിളപ്പിച്ചിടുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ വെള്ളം കുടിക്കുക, മരുന്ന് കഴിക്കുക. പിന്നെ അതുപോലെ ഷുഗർ കൂടുതലുള്ളവർ തലേ ദിവസം രാത്രി ഒരു കോഴിമുട്ട പുഴുങ്ങി 4 അതിൻ്റെ തോട് കളഞ്ഞിട്ട് വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുക, 3-4 ഹോളിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ആ മുട്ട കഴിക്കുക. അങ്ങനെ മാത്രമേ മുട്ട കഴിക്കാവുള്ളൂ. അല്ലാതെ വറുത്ത് കഴിക്കരുത്. കൊഴുപ്പുള്ളതൊന്നും നമ്മളിത് കഴിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ സാർ, നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന്റെ ചേരുവകൾ, എങ്കിലും ഒന്നുകൂടെ ആ ചേരുവകൾ ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 20 തണ്ട് കറിവേപ്പില, ഇത് 3 കൂടെ മിക്സിയിൽ അടിച്ചിട്ട് 2.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. പൂർണ്ണമായിട്ട് 2.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് അത് 2 ലിറ്ററാക്കി വറ്റിച്ചെടുക്കുക. വറ്റിച്ചിട്ട് രാത്രി തിളപ്പിച്ചിട്ടാക്കിയ പിറ്റേ ദിവസം രാവിലെ മുതലാണ് അത് കുടിക്കേണ്ടത്. അങ്ങനെ ഒരു 3 മാസം റെഗുലറായിട്ട് കുടിച്ചിട്ട് 1 മാസം സ്റ്റോപ്പ് ചെയ്യുക. ആ സമയത്ത് വെള്ളം മാത്രമേ കുടിക്കുക. മരുന്ന് തീർന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രം കുടിക്കുക. അത് കഴിഞ്ഞ് 3.5 മാസം ആകുമ്പോഴേ ഈ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ രോഗങ്ങൾ മാറിയിട്ടുണ്ടെന്ന് നമുക്കത് തെളിഞ്ഞു കഴിഞ്ഞാൽ, നോർമലായി കഴിഞ്ഞാൽ അടുത്ത 3 മാസം കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഫില്ലാവും. ഇതാണ് എൻ്റെ തിയറി. ക്യാപ്സ്യൂളിൻ്റെ ചേരുവകൾ ഇതെല്ലാമാണ്: കാന്താരി, വെളുത്തുള്ളി, കരിയേപ്പില, ഇഞ്ചി. ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എക്സ്ട്രാക്റ്റിംഗ് ഫോർമുലയാണ്, അല്ലാതെ വെറും കാന്താരി മാത്രം അരച്ച് കലക്കി ഇടുന്നതല്ല. ഇത് കാന്താരി പൊട്ടിച്ച് എന്താ ക്യാപ്സൂൾ രൂപത്തിൽ ഇത് പൊളിച്ചെടുക്കാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അതിൻ്റെ പൊടിയാണ് അല്ലേ? ഇത് ഒരിക്കലും നമുക്ക് ഒരു എക്സ്ട്രാക്ട് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്, മറ്റൊരു എരിവോ മറ്റുള്ള ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു എരിവോ ഒന്നും ഇതിലുണ്ടാവില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇതിന് എരിവുണ്ടാവുമോ, അതായത് മൂലക്കുരുവിൻ്റെ അസുഖമുള്ളവർക്ക് ഇത് കഴിക്കാമോ, അൾസർ വരുമോ, മറ്റുള്ള വരുന്നു, ഇതൊന്നുമില്ല. കറക്റ്റാണ്. ഇത് അത്രയും ഷുവറായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ധൈര്യമായിട്ട് കഴിക്കാം. നമ്മൾ 6 മാസം നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആവും, നിങ്ങളെ ബ്ലഡ് ശുദ്ധീകരിക്കും. അതാണ് കാന്താരി പ്ലസിൻ്റെ പ്രത്യേകത. ജനങ്ങളെ തിരിച്ചറിയുക, ഈ പ്രോഡക്റ്റ് എന്താണെന്ന് തിരിച്ചറിയുക. ഇതൊരു ഫുഡ് പ്രോഡക്റ്റാണ്. കാന്താരി പ്ലസ് എന്ന ഫുഡ് സപ്ലിമെൻ്റാണ്. അത് ആയുർവേദമല്ല, ന്യൂട്രോസ്യൂട്ടിക്കല്ല, ജ്യൂസല്ല, കാന്താരി പ്ലസ് ക്യാപ്സൂള്. വ്യക്തമായി മനസ്സിലാക്കുക, കാന്താരി പ്ലസ് ക്യാപ്സൂളാണ്. ഇതിന് വില കൂടുതലാണ്. ഇത് 210 ഒരു സ്റ്റിപ്പിൻ്റെ വില 10 എണ്ണത്തിന്. മറ്റത് ഇത് 630, ഇത് 595 ഇതിൻ്റെ വില. അത് നിങ്ങൾ മറക്കരുത്. സാർ, ഇത് പ്രവർത്തനം തുടങ്ങിയത് എന്നാണ്? ഏത് വർഷം മുതൽ? 2014 തുടങ്ങിയത്. അതെ. ഇതിനാവശ്യമായിട്ടുള്ള കാന്താരി എങ്ങനെ കൃഷിയുണ്ടോ അതോ? ഞങ്ങളിവിടെ ആദ്യം ഇവിടെ കൃഷി ഉണ്ടായിരുന്നു, കൃഷി നടത്തിയിരുന്നു. പക്ഷെ നാട്ടുകാർ സമ്മതിച്ചില്ല കൃഷി ചെയ്യാൻ. ഇതിന് അപ്പോൾ ഇപ്പം നമ്മൾ വെളിയിൽ കൊടുത്താണ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ വയനാട്, മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കർണാടക, ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് തന്ന് നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് കാന്താരി പ്ലസ് ഉണ്ടാക്കുന്നത്. ഇത് എവിടെയൊക്കെ നമുക്ക് ലഭ്യമാണ്? മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്നാൽ കിട്ടുമോ? ഇല്ല, ഇപ്പോൾ നീതി സ്റ്റോർ മാത്രം. മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് നമുക്കൊന്നും നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കത് നടത്തിക്കൊണ്ട് പോകാനില്ല. കാരണം 5.5 കോടി രൂപയാണ് ഞാൻ ഇതിലേക്ക് മുടക്കിയത്. എൻ്റെ കുടുംബം വിറ്റു. ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം കുടുംബം വിറ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് കാശ് തരത്തില്ല. അങ്ങനെ ഒരുപാട് നേരം. കാരണം 45% ഇവർക്ക് കമ്മീഷൻ കൊടുക്കണം. 100 രൂപ കിട്ടിയാൽ 45% അവർക്ക് കൊടുക്കണം. 20% പരസ്യം കൊടുക്കണം. പിന്നെ 18% സർക്കാരിന് ടാക്സ് കൊടുക്കണം.
ഞങ്ങൾക്ക് എന്താ കിട്ടും? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 10 പൈസ. അപ്പോൾ വില കൂട്ടിയിരുന്നാലും അവർക്ക് കൊടുക്കണ്ട, അവർക്ക് കൊടുത്തല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കത് വേണ്ട. ഇപ്പോൾ ആമസോണിലുണ്ട്, നീതി മെഡിക്കൽസിൽ നമ്മൾ കൊടുത്തിട്ടും അവരെല്ലാം ഒരു ഗ്യാങ്ങാണ്. നമ്മളെ പ്രോഡക്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ വില അവർക്ക് എത്രത്തോളം കമ്മീഷൻ കിട്ടുമോ അവർക്ക് കമ്മീഷനാണ് വലുത്, പ്രോഡക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോർ കംപ്ലീറ്റ് നിർത്തലാക്കിയത്. നീതി മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ ഇല്ല, അവിടെ നിർത്തി. അവരിപ്പോൾ ഓർഡർ തന്നു. ഈ ഒരു വിലയ്ക്ക് തന്നെയാണോ കൊടുത്തോണ്ടിരുന്നത്? ഞങ്ങൾ വിലയ്ക്ക് തന്നെ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അവർക്ക് കമ്മീഷൻ കൂടുതൽ വേണം. എല്ലാവർക്കും കമ്മീഷനാണ്. പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ആമസോണിലൊക്കെ എങ്ങനെ? ആമസോണിൽ നല്ല റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. തുച്ഛമായ ഇത് മാത്രമല്ല, അവർ തന്നെ പരസ്യം കൊടുക്കുന്നുണ്ട്, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രോഡക്റ്റിന് 500 രൂപ കിട്ടും, മതി. നല്ല സെയിൽ നല്ലത്. നമുക്ക് 595 ബാക്കി പൈസ അവർ എടുക്കുന്നുള്ളൂ. 100 രൂപ ഒരു പീസിന് എടുക്കുന്നുള്ളൂ, മതി. പക്ഷെ ഇവരതല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഞാൻ തകർന്നു പോയി. കാരണം 5 വർഷം ഞാൻ പൂട്ടിയിടേണ്ടി വന്നു. ഇപ്പോൾ ഈ ക്രൈം നന്ദകുമാർ സാറ് വന്നാണ് എന്നെ ഉദ്ധരിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ലോകം മുഴുവൻ എത്തിച്ചേർന്ന്. അത് ടി വിയിൽ പരസ്യവും പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്ത് കോടിക്കണക്കിന് രൂപ നഷ്ടം വന്ന് ഞാൻ പിടിച്ചായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ സത്യം പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ കൊടുക്കാത്തത്. മെഡിക്കൽ സ്റ്റോറിൽ ന്യായമായ രൂപത്തിലാണെങ്കിൽ നമ്മൾ അവർക്ക് കമ്മീഷൻ കൊടുത്ത് നമ്മൾ കൊടുക്കാം. പക്ഷേ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി, ഒരു പ്രശ്നമില്ല. ആമസോണിൽ വിട്ടോ 1-2 ബോട്ടിൽ 4 ബോട്ടിൽ ഒരു ആമസോണിൽ കിട്ടും. പക്ഷേ കോഴ്സായിട്ട് ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ ആർക്കും ഞങ്ങൾക്ക് ഏജൻസി ഇല്ല. ഞങ്ങൾ മറ്റൊരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങളുടെ പേര് പറയരുത്. ഞങ്ങൾക്ക് ജ്യൂസുമായിട്ട് ഒരു ബന്ധമില്ല. ഞങ്ങൾക്ക് കാന്താരി പ്ലസ് മാത്രമേ ഞങ്ങൾക്ക് വില കുറഞ്ഞൊരു നെല്ലിക്കയും അത് തന്നെ. അത് ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ലൈസൻസ് ഇല്ലാത്തതും അതായത് ഫുഡിൻ്റെ ലൈസൻസ് മാത്രം ഉള്ളതാണ്. ഞങ്ങളുടേത് അതല്ല. ഫുഡ് സപ്ലിമെൻ്റ് ആണ് അവരുടേത്. ഞങ്ങളുടേത് മെഡിസിനാണ്. കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇത് എക്സ്പോർട്ടിൻ്റെതാണ്. ഇത് മെഡിസിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇതെല്ലാം ഇത് ട്രേഡ് മാർക്കും പേറ്റൻറ്റും ഉള്ള ഒരു പ്രോഡക്റ്റാണ് കാന്താരി പ്ലസ്. അപ്പോൾ ഇത്രയും അംഗീകാരങ്ങൾ വേൾഡ് വിപണിയിൽ എത്തിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് തട്ടിപ്പും പറ്റിപ്പും എന്നല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും നമുക്കിത് കയറ്റി അയക്കാൻ പറ്റും. അതാണ് കാന്താരി പ്ലസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വേറൊരാൾ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ ഒരു ബോട്ടിൽ വാങ്ങിക്കും, കഴിക്കും, അത് കളയും. അത് ഗുണമില്ല. വേറെ നീതി സ്റ്റോറിൽ പേര് ഒരു ബോട്ടിൽ വാങ്ങിക്കും. അതിൻ്റെ ഗുണനിലവാരം എന്താണ്, എങ്ങനെ കഴിക്കണം, ഏത് രൂപത്തിൽ കഴിക്കണം, എത്ര മാസം കഴിക്കണം എന്ന് ആരും പറഞ്ഞു കൊടുക്കത്തില്ല. അത് മസ്റ്റാണ്. പക്ഷെ ഞങ്ങളതല്ല, വ്യക്തമായി ഇത്ര മാസം കഴിക്കണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാം എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി കഴിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ രംഗത്ത് വരുന്നത്. അപ്പോൾ സാർ, ഈ ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇതെങ്ങനെ മനസ്സിലാകും? അതിൽ കൊടുത്തിട്ടുണ്ടോ? അവർ ഞങ്ങളെ വിളിക്കും, അതിനകത്ത് നമ്പറുണ്ട്, ഞങ്ങളെ വിളിക്കും. അപ്പം നമുക്ക് ന്യായമായ വില കിട്ടുന്നുണ്ട്. ഒരു ബോട്ടിലിന് 690, അവർ 95 രൂപയെ എടുക്കത്തുള്ളൂ. ബാക്കി പൈസ നമുക്ക് കിട്ടും. അത് ആമസോണിൽ സത്യസന്ധമായിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങൾ തരുന്ന പ്രോഡക്റ്റ് നമുക്ക് അവർ അയച്ചു കൊടുക്കും. പൈസ സ്ലിപ്പുണ്ട്, യൂസ് ചെയ്യുന്ന എല്ലാം കൃത്യമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. കഴിക്കേണ്ട വിധവും എത്ര മാസം കഴിക്കണമെന്നോ എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർ വിളിക്കാറുണ്ട്. എല്ലാ ഭാഷയിലും 18 ഭാഷയിലും നമ്മളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാപ്സൂളിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. അതിനകത്ത് മലയാളം, ഹിന്ദി, തമിഴ് എല്ലാ ഭാഷയും, തെലുങ്ക് എല്ലാം നമ്മളതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കേണ്ട വിധവും. പല ഭാഷക്കാർ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാത്തിലും. അപ്പോൾ അത്രയും നമ്മളിപ്പോൾ ഒരു റിസ്ക് എടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്കതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. വേൾഡ് കംപ്ലീറ്റ് പോകുന്നുണ്ട്. ഇല്ല, ഓസ്ട്രേലിയ 3000 രൂപ കൊറിയർ ചാർജ്. ഇത് സർ വിദേശത്തോട്ട് വിദേശത്തോട്ട് നമ്മൾ ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും വിദേശ രാജ്യങ്ങളിൽ ടാക്സ് വേണ്ട. ഇന്ത്യയിൽ ടാക്സ് വേണം. എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും ഫുഡ് സേഫ്റ്റിയുടേത് എല്ലാം ഒട്ടിച്ച് അതിന്റെ സേഫ്റ്റിയാണ് നമ്മളത് കൊടുക്കുന്നത്. വിദേശത്തു നിന്നൊക്കെ ഓർഡർ ഡയറക്റ്റ് കമ്പനിയിൽ വരുന്നു. എല്ലാം നമ്മളിവിടെ നിന്ന് തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു. ഏത് രാജ്യത്തോടെ കൂടുതൽ? ഓസ്ട്രേലിയ, എല്ലാ രാജ്യത്തും, ഗൾഫ് രാഷ്ട്രങ്ങളില്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫുഡ് സേഫ്റ്റിയാണ്, ഫുഡ് സപ്ലിമെന്റ് ആണ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾ ഫോർമുല, ക്യാപ്സൂൾ അടക്കം നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൾഫിലേക്ക് പോകുമ്പോൾ 3000, ഗൾഫിലേക്ക് പോയ 2200, 500 രൂപയ്ക്ക് അത് കൊറിയർ ചാർജ് ആവും. ഇതിൽ എത്ര എണ്ണം കാണും? ഇതിൽ ഇത് ക്യാപ്സൂൾ 360, 360
6 മാസത്തേക്കുള്ള 6 മാസത്തേക്കുള്ള ഒരു കോഴ്സാണ്. ഇതിൽ 24 പേര് ദിവസം 3 എണ്ണം വെച്ചല്ലേ? ദിവസം 4 എണ്ണം വെച്ച് 4 ക്യാപ്സ്യൂള് ടൈമില് അതല്ല ടൈം എല്ലാം പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫുഡ് സേഫ്റ്റിയുടെ അംഗീകാരമുള്ളത് കൊണ്ടും ഇതെല്ലാം എന്തൊക്കെയാണെന്നും നമ്മളത് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം ഭക്ഷണത്തിന് ശേഷമേ കഴിക്കാവുള്ളൂ. നമ്മൾ ഏതൊരു മരുന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. ഭക്ഷണത്തിന് മുൻപേ കഴിക്കാൻ പാടില്ല. വെള്ളം വേസ്റ്റ് കുടിച്ചിരിക്കണം. അതായത് മെയിൻ ഡ്രിങ്ക്സ് പാടില്ല. പിന്നെ മത്സ്യം കഴിക്കാം, മാംസം കഴിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ വിപരീതമായിട്ട് കാരണം നമ്മൾ അതുവരെ കഴിച്ചുകൊണ്ടിരുന്നതിന്റെ എഫക്റ്റ് പോകും. ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്താൽ നമുക്ക് രോഗമില്ല. ഉണ്ടോ? എനിക്ക് 5 ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതെ തന്നെ 5 ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് മെഡിക്കൽ അമൃതയെ ടെസ്റ്റ് ചെയ്തു, എല്ലാം തിരിച്ചു വന്നു. പിന്നെ ഒരു ഡോക്ടറുമായിട്ടുള്ള അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് അത് വീണ്ടും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് സോറി പറഞ്ഞ് ഇന്നതുപോലെ സംഭവിച്ചു പോയി. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ കാരണം. അപ്പോൾ അത് ലോക വിപണിയിൽ ഇടം പിടിച്ചു. ലോകത്ത് എല്ലാ ആൾക്കാരും അത് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലെ ഏറ്റവും വലിയ നേട്ടം ഇതിൻ്റെ മരുന്നിൻ്റെ വില ഇതല്ലേ. ഇതിവിടെ കേരളത്തിൽ കൊടുക്കുന്ന 7,150 രൂപ. ഇനി അത് കുറച്ച് പീസുള്ളൂ. ഇനി എല്ലാ സ്ട്രിപ്പാണ് വരുന്നത്. ഇല്ല മിനിമം 3 മാസത്തെ. ഇന്ത്യക്കകത്ത് 3 മാസത്തെ കൊടുക്കും. ഫോറിൻ രാജ്യങ്ങളിൽ 6 മാസം. ഇല്ല ആർക്കും കൊടുക്കുക. അങ്ങനെയാണല്ലോ മെഡിക്കൽ സ്റ്റോറിൽ വന്നിരുന്നത്. അതുകൊണ്ടാണല്ലോ അത് പ്രയോജനപ്പെടാതെ പോയത്. കംപ്ലീറ്റ് ചെയ്യണം. ഒരു കോഴ്സ് മരുന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രോഗം മാറിയിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. എത്രയും ആൾക്കാർ ഓപ്പറേഷന് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്ന ആൾ അവരുടെ മകളെ വിളിച്ച് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത് 1.5 ലക്ഷം രൂപയാണ് ഇവർക്ക് ഇത് കൊടുത്തിരുന്നത് പൈസ അടയ്ക്കാൻ. എനിക്ക് എല്ലാം പറഞ്ഞു. ഞാൻ മരുന്ന് അയച്ചു കൊടുത്തു. ഒരു കോഴ്സ് കഴിച്ചു. മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരു ചെക്കപ്പിന് പോയപ്പോൾ ബ്ലോക്ക് മാറി. എന്താ കഴിച്ച്? നിങ്ങൾ കാന്താരി പ്ലസ് കഴിച്ചു. എന്നാൽ അതും ഒരു കോഴ്സ് കൂടെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 കോഴ്സ് കഴിച്ച് അയാളൊന്ന് സുഖമായിട്ട് അയാൾ ജോലിക്ക് പോകുന്നുണ്ട്. കാരണം അന്നേ ബ്ലോക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാനാണല്ലോ. ഇപ്പോൾ അത് മെഡിക്കൽ പ്രൂഫ് ചെയ്തല്ലോ. ഇനി അതിലപ്പുറം എന്താ നമുക്ക് പറയേണ്ടത്? ഡോക്ടർമാരും അങ്ങനെ പ്രിസ്ക്രൈബ് അപ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അനുവദിക്കത്തില്ല. അവർ കഴിക്കും. എത്രയോ ഡോക്ടർമാർ കഴിക്കുന്നുണ്ട്. എത്രയോ ഡോക്ടർമാർ ഇതിനെ പറ്റി. പക്ഷെ അവർ കഴിക്കും. മറ്റൊരാൾക്ക് അത് റെക്കമെൻഡ് ചെയ്യില്ല. അവരുടെ റൂൾസിന് അവർക്ക് ബാധകമാണ്. ഇത് മറ്റേ പ്രൈവറ്റ് സെക്ടറിൽ അത് ചെയ്യാൻ പാടില്ലെന്ന് അവർക്ക് റൂൾസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതാനുഭവമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ അവർ കഴിച്ചിട്ട് അവർ പലരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പോൾ അവർ വിളി വരുന്നുണ്ട്. ഇപ്പം നന്ദകുമാർ സാറിൻ്റെ ഇതിൽ 4-ാം മാസം എന്താ, 3-ാം മാസം എന്താ പ്രസിദ്ധീകരിച്ചത്. അതുപോലെ ഇത്രയും ദിവസമായിട്ട് നമുക്ക് നല്ല കച്ചവടമുണ്ട്. നല്ല രൂപത്തിൽ ഈ സാധനം പോകുന്ന എല്ലാ രാജ്യത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ സംവിധാനം. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്നത് നമ്മൾ ഒരാൾ കഴിച്ചിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. മാർക്കറ്റിംഗ് പോലെ അതിങ്ങനെ പറഞ്ഞ് എന്റെ വീട്ടിലാണെങ്കിലും എന്റെ പപ്പയൊക്കെ കേട്ട് ഉപയോഗിക്കാറുള്ള വ്യക്തികളാണ്. അപ്പം നമ്മള് ഒരെണ്ണം നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമ്മളത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ ആവശ്യം. ഓരോരുത്തർ പറഞ്ഞു മൗത്ത് പബ്ലിസിറ്റി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മൾ ഇത് വെച്ചിട്ട് കോടികൾ ഉണ്ടാക്കാനില്ല. നമ്മൾക്ക് ഇതിൻ്റെ ചിലവിൻ്റെ പൈസ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഇത് ഫോറിൻ രാജ്യത്ത് ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ UAE-യിലെത്തേക്ക് ആൾ വന്നിട്ടുണ്ട് അവിടെ മാർക്കറ്റ് ചെയ്യാൻ. അവിടെ പറഞ്ഞ് UAE കംപ്ലീറ്റ് അവർ. പിന്നെ കാനഡയിൽ വന്നിട്ടുണ്ട്. അത് അമേരിക്കയിലെത്തേക്കും പല രാജ്യത്തു നിന്നും നമ്മൾ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കേരളത്തിൽ കേരളത്തിൽ ഓഫീസായിട്ട് നമുക്ക് ഇവിടെ ചേർത്തലയിലല്ലേ? അതേ ഉള്ളൂ. അത് പിന്നെ മൂവാറ്റുപുഴ അത് ലാബിലാണ് ചെയ്യുന്നത്, ഗവൺമെൻറ് ലാബിൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് വേറൊരു ബ്രാഞ്ചസ് ഇല്ല. ഡയറക്റ്റ് എണ്ണ നമ്മൾ കൊടുക്കുന്ന ബ്രാഞ്ചേഴ്സ്. കാരണം അതിലും 1 ബോട്ടിലായിട്ട് കൊടുക്കില്ല, ഒരു കോഴ്സായിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും 2 ബോട്ടിൽ വെച്ചിട്ട് 1 ബോട്ടിൽ അത് കഴിച്ചിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ടെസ്റ്റ് നമ്മൾ 8 വർഷം ചെയ്തു. അത് നശിച്ചു പോയതേ ഉള്ളൂ. അവർ കഴിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് അറിയത്തില്ല. എന്തിനാണ് കഴിക്കണത്? അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനാണ് നമ്മൾ മാറ്റം ചെയ്തിട്ട് ഇങ്ങനെ സപ്പോർട്ട് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രായപരിധി ഉണ്ട് സാർ ഇത് കഴിക്കുന്നതിന്? ആർക്കും കഴിക്കാം. കുട്ടികൾക്ക് ഏതൊരു കുട്ടികൾക്ക് അതിൻ്റെ ഡോസേജ് 4 എന്നുള്ള 2 ക്യാപ്സൂൾ ആക്കിയാൽ മതി. ഒരു ദിവസം കുട്ടികളാണെങ്കിൽ 2 ക്യാപ്സൂൾ രാവിലെ കഴിച്ചാൽ മതി, വൈകുന്നേരം കഴിക്കണ്ട. അങ്ങനെ അതിനെ കൂട്ടി കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വളരെ നല്ലതല്ലേ. നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ, ബ്ലഡിനെ ശുദ്ധീകരിക്കും, രോഗത്തിൽ നിന്നും മുക്തി നേടും. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ബ്ലഡ് ശുദ്ധീകരിച്ചോ നമുക്ക് രോഗമില്ല. നമ്മുടെ ആഹാരം കഴിക്കുന്ന ആഹാരത്തിൽ കൂടെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്.
അതിന് ചില ആൾക്കാർ ഇത് കഴിച്ചാൽ ഒരിക്കലും പിന്നെ ഇത് കഴിക്കേണ്ടി വരില്ലേ, നമുക്ക് രോഗം വരത്തില്ലേ? വരും. എന്തുകൊണ്ട്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ രോഗമെല്ലാം വരുന്നത് ഭക്ഷണത്തിൽ കൂടെയാണ്, ആണല്ലോ. അല്ലാതെ നമ്മൾ വേറൊരു ഇതിൽ കഴിച്ചിട്ടില്ലല്ലോ, ഭക്ഷണത്തിൽ കൂടെയാണ്. ഭക്ഷണത്തിൽ കൂടെ വരുന്നത് ഭക്ഷണം കൊണ്ട് തന്നെ അത് മാറ്റുന്നു. കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമാണ്, ഫുഡാണ്. ഇത് വന്നിരിക്കുന്നത് ഫുഡിൽ കൂടെ. അപ്പോൾ ഫുഡിൽ കൂടെ വന്ന് ഫുഡ് കൊണ്ട് തന്നെ രോഗം മാറ്റുന്നു. അതാണ് കാന്താരി പ്ലസിൻ്റെ പ്രത്യേകത. ഇത് എന്തൊക്കെ രോഗങ്ങൾക്കാണ്? ഡയബറ്റിക്സ്, പിന്നെ ഹേർട്ടിന്റെ ബ്ലോക്ക്, ഹാർട്ട് ബ്ലോക്ക്, കൊളസ്ട്രോള്, ഷുഗർ, തൈറോയ്ഡ്, കിഡ്നി ഫങ്ഷൻ, മറവി രോഗം, മെൻ്റൽ ഷോക്ക്, പിന്നെ ബ്ലഡിൻ്റെ ശുദ്ധീകരണം. ഇതാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പം വളരെ നന്ദി സാർ, ഇത്രയും വലിയ അറിവ് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും പകർന്നു നൽകിയതിന് വളരെ നന്ദി. താങ്ക് യു. നന്ദി.